എത്യോപ്യൻ അഗ്നിപർവ്വത സ്ഫോടനത്തിന് പിന്നാലെ പുകപടലം ഇന്ത്യയിലും. ദില്ലിയിൽ പുകപടലം രൂക്ഷം. വ്യോമഗതാഗതം താറുമാറായി. ഗൾഫ് മേഖലകളിലേക്കുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. വിമാന കമ്പനികൾക്ക് DGCAയുടെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും പുക പടരുന്നെന്നാണ് റിപ്പോർട്ട്. ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഫൈസൽ, നിലവിലെ സാഹചര്യം എന്താണ്? എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകിയിട്ടുള്ളത്? ഏതൊക്കെ വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്? എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്? കീർത്തന, ആര്യ, ഈ എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. പ്രധാനമായും ഇത് വ്യോമഗതാഗതത്തെയാണ് ബാധിച്ചിരിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളെയെല്ലാം വലിയ രീതിയിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യയെ മാത്രമല്ല, ഒമാൻ, യമൻ, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെയും വ്യോമ സർവീസുകളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അതായത് ഈ രാജ്യങ്ങളെ ബാധിക്കുക എന്നുള്ളത് ഈ രാജ്യങ്ങളിൽ നിന്നും ഈ രാജ്യങ്ങളിലേക്കുമുള്ള വിമാന സർവീസുകളെ ബാധിക്കുന്നത് ലോകത്തെ മുഴുവൻ വിമാന സർവീസുകളെയും ബാധിക്കുന്ന തരത്തിലേക്കാണ് ഈ പ്രശ്നം ഉയർന്നിരിക്കുന്നത്. അതായത് എത്യോപ്യയിലെ തലസ്ഥാനമായ ആദിസ് അബാബയിൽ നിന്ന് ഏതാണ്ട് 500 കിലോമീറ്ററിലേറെ അകലെയാണ് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഏതാണ്ട് 12,000-ലേറെ വർഷം നിദ്രയിലായിരുന്ന അഗ്നിപർവ്വതം ശനിയാഴ്ചയാണ് പൊട്ടിത്തെറിക്കുന്നത്. അതിനെ തുടർന്ന് ഏതാണ്ട് 10 മുതൽ 15 കിലോമീറ്റർ വരെ ഉയരത്തിൽ ഈ അഗ്നിപർവ്വതത്തിൻ്റെ ചാരവും അതിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും ഉയർന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇത് ഏതാണ്ട് 4000 കിലോമീറ്റർ അകലമുണ്ട് ഇന്ത്യയും എത്യോപ്യയും തമ്മിൽ എന്നുള്ളതാണ്. അത്രയും അകലത്തിലേക്ക് ഇതിൻ്റെ പൊടിപടലങ്ങളും ചാരങ്ങളും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഡൽഹി അടക്കമുള്ള ഇന്ത്യയിലെ നഗരങ്ങളിൽ ഇതിനോടകം തന്നെ എത്തി. ഇന്നലെ രാത്രി തന്നെ എത്തിയിട്ടുണ്ട്. രാജസ്ഥാൻ, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലും പൊടിപടലം എത്തിയതാണ് അറിയിക്കുന്നത്. DGCA ഇത് സംബന്ധിച്ച് വിമാന കമ്പനികൾക്കെല്ലാം വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിമാന കമ്പനികളെ ഇത് പ്രധാനമായും ബാധിക്കുന്നത് കാഴ്ചയെ മറയ്ക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല, ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ഗ്ലാസ് പാർട്ടിക്കിൾസ് എല്ലാം ഉണ്ടാകും. ഇത് വിമാനത്തിൻ്റെ വലിയ ചൂടുള്ള വിമാനത്തിൻ്റെ എൻജിൻ പ്രവർത്തിക്കുമ്പോൾ അതുമായി ചേർന്ന് വലിയ തരത്തിൽ എൻജിൻ ഫെയിലിയർ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വിമാന സർവീസുകൾ വൈകുകയോ അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുകയോ ചെയ്യുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൊച്ചി നെടുമ്പാശ്ശേരിയിൽ നിന്നടക്കമുള്ള വിമാന സർവീസുകൾ ഇന്നലെ വൈകിട്ട് തന്നെ റദ്ദാക്കിയിരുന്നു. പ്രത്യേകിച്ച് സൗദിയിൽ നിന്നുള്ള വിമാനങ്ങൾ ഇങ്ങോട്ട് റദ്ദാക്കിയിരുന്നു. അതിനെ തുടർന്നാണ് സൗദിയിലേക്ക് പോകേണ്ടിയിരുന്ന ആകാശ എയറിൻ്റെ വിമാനം ഇന്നലെ റദ്ദാക്കേണ്ടി വന്നത്. ഇതുപോലെ തന്നെ ഇന്നും കൂടുതൽ വിമാന സർവീസുകളെ ഇത് ബാധിക്കും എന്ന് തന്നെയാണ് അറിയുന്നത്.